ബഹിരംഗ സാധനയിൽ ഈ ആന്തരിക അവബോധത്തിന് പ്രാധാന്യമേയില്ല. ഞാൻ എന്ന പരമപ്രധാനമായ എന്റെ ബോധത്തിന് പൂർണ്ണമായും പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ബഹിരംഗ സാധനകളെല്ലാം ആവിർഭവിക്കുന്നത്. എപ്പോൾ നഷ്ടപ്പെടുന്നു? എങ്ങനെ നഷ്ടപ്പെടുന്നു? നഷ്ടപ്പെട്ടത് തിരിച്ചെന്നെങ്കിലും വന്നു ചേരുമോ? നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടമാക്കുന്നതിന് തുല്യമായിരിക്കുമോ? അതിലെന്തെങ്കിലും മേന്മകളോ ലാഭങ്ങളോ എനിക്കുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആലോചിച്ചു നോക്കുന്നത് രസാവഹമാണ്. ഒരു ജീവിതം ഞാൻ തുടങ്ങുമ്പോൾ പരമപ്രധാനമെന്ന് ഞാൻ കരുതുന്നത് എന്തൊക്കെയാണ്? മൂല്യവത്തായി ഞാൻ കരുതിയിട്ടുള്ളത് എന്തെല്ലാമാണ്? മൂല്യമെന്ന് ഞാനും എന്നോടൊപ്പം വിദ്യാഭ്യാസം നേടിയ സമൂഹവും കൽപ്പിക്കുന്നത് എന്തിനെയെല്ലാമാണ്? എന്റെ സമൂഹം ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, കാലിക പ്രാധാന്യമുള്ള ഋതുക്കൾ, വർണ്ണവ്യവസ്ഥയിൽ എന്റേതാണെന്ന് ഞാൻ അഭിമാനിക്കുന്ന വ്യത്യസ്ത വർണ്ണതലങ്ങൾ, ഔദ്യോഗിക ജീവിതത്തിന്റെ ഏടാകൂടങ്ങളിൽ പലതും, ഇവയൊക്കെ എന്നെ ചേർത്തുവെച്ച് നോക്കി ഏതിനാണ് ഞാൻ മൂല്യമല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത്? എന്റെ വാക്കിൽ, എന്റെ മനസ്സിൽ, എന്റെ പ്രവൃത്തിയിൽ. അതിന്റെ ഏകാന്തതയിൽ ഞാൻ പ്രാധാന്യം നൽകുന്നത് ഏതിന്? എന്റെ സമൂഹമൊപ്പം വരുമ്പോൾ, എന്റെ ജാതിയിൽപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ മൂല്യം നൽകുന്നത് എന്തിന്? എന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ ബന്ധത്തിൽ മറ്റാരുമില്ലെന്ന് എനിക്ക് ഉറപ്പുവരുന്നൊരു വേളയിൽ ഞാൻ മൂല്യം നൽകി ചർച്ച ചെയ്യുന്നത് എന്തിന്? എന്റെ ഗ്രൂപ്പ് മാത്രമായിരിക്കുമ്പോൾ ഞാൻ മൂല്യം നൽകുന്ന വാസ്തവികങ്ങളായ അംശങ്ങളേവ? എന്റെ ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും ഉള്ളപ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ എന്റെ വാക്കുകളിൽ മൂല്യം ഏതിലാണ് നിലഞ്ഞു നിൽക്കുക? വ്യത്യസ്തങ്ങളായ ജാതികൾ ഒന്നിച്ചിരിക്കുന്നൊരു വേളയിൽ ഞാൻ പുറത്തേക്ക് മൂല്യവത്തായി പറയുന്ന വാക്കുകളും പ്രവൃത്തികളും എന്തൊക്കെയായിരിക്കും? ഇവയെല്ലാം പറയുന്നവനും വിചാരിക്കുന്നവനുമായ ഞാൻ ഒരു കർമ്മ കലാപത്തിൽ ഏർപ്പെടുമ്പോൾ മൂല്യത്തെ എവിടെയാണ് നിലനിർത്തുക? ആ കർമ്മം എന്നിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ ഞാൻ തന്നെ ചെയ്തതും ഞാൻ തന്നെ പറഞ്ഞതും ഞാൻ തന്നെ വിചാരിച്ചതുമായ ആ മൂല്യം തന്നെ ആയിരിക്കുമോ എന്റെ അടുത്ത കർമ്മവേളയിൽ ഞാൻ മുറുകെ പിടിക്കുക? എന്റെ ജീവിതത്തിന്റെ സമഗ്രമായ മുന്നേറ്റത്തിൽ 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ എത്രയാണോ ഇപ്പോൾ എന്റെ ആയുസ്സിൽ ഞാൻ ചെലവഴിച്ചു കഴിഞ്ഞത്, ഈ ജന്മത്തിൽ എന്റെ ബോധതലത്തിലുള്ള ആയുർദൈർഘ്യത്തിൽ എത്ര തവണ എന്റെ കർമ്മങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ വാക്കുകളിൽ ഈ മൂല്യബോധത്തെ ഞാൻ പുനഃപ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്? അവയിലെല്ലാം എന്റെ ആഗ്രഹങ്ങൾക്ക് എത്രത്തോളം
പങ്കുണ്ട്. ഇവയൊന്നും ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ബഹിരംഗ സാധനയിൽ ഇത്രകാലമായ പരിഷ്കൃത ലോകത്തിൽ ജീവിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അടുത്ത ചോദ്യവും കൂടെ ചോദിച്ചാൽ ഇല്ലെന്നും ഉണ്ടെന്നും ഉണ്ടില്ലെന്നും ഇല്ലുണ്ടെന്നും ഒക്കെ പറയാവുന്ന. അപ്പോൾ ജീവിതത്തെ ഒരു പുനർചിന്തനത്തിന് വഴിവെക്കാതെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതും ഉപദേശിക്കുന്നതും മറ്റുള്ളവരെ അങ്ങനെ ആക്കിത്തീർക്കാൻ ശ്രമിക്കുന്നതും പരിഷ്കാരത്തിലേക്ക് ജനതയെ കൊണ്ടുപോകുന്നതും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഊടും പാവും അപഗ്രഥിച്ച് ശാസ്ത്രജ്ഞന്മാരും ആധ്യാത്മികതയുടെ ഊടും പാവും അഴിച്ച് അപഗ്രഥിച്ച് ആനന്ദത്തിലെത്തിയെന്ന് വിചാരിക്കുന്ന ആനന്ദ വ്യവസായികളും ലോകത്ത് ഒരുപോലെ പോകുന്നതെന്ന് ക്ലേശമില്ലാതെ കണ്ടെത്താൻ കഴിയും. അറിവില്ലായ്മയുടെ ഏടാകൂടങ്ങളെ അറിവെന്ന അഹന്തയിൽ ആക്രോശിച്ച് സ്വജീവിതവും അന്യജീവിതവും ജീവിക്കാൻ അനുവദിക്കാതെ കളഞ്ഞു കുളിക്കുന്ന സങ്കീർണവും സങ്കല്പബഹുലവുമായ ഒരു ജീവിതക്രമത്തെ ആധ്യാത്മികമെന്നും ഭൗതികമെന്നുമൊക്കെ അറിയാതെ പേരിട്ട് നാം വിളിക്കുന്നു എന്ന് മാത്രം. ഈ സങ്കീർണതകളൊക്കെ കണ്ടിട്ട് വേണം ബഹിരംഗ സാധനയെ നന്നായി തിരിച്ചറിഞ്ഞിട്ട് വേണം ബഹിരംഗ സാധനയുടെ ഹേതുവും സ്വരൂപവും ഫലവും നന്നായി അപഗ്രഥിച്ചിട്ട് വേണം അന്തരംഗ സാധനയെ ചിന്തിക്കാൻ തന്നെ. അപ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം തന്നെ നിങ്ങൾക്കും എനിക്കും മനസ്സിലാവും. അവിടെ ഈ വിഷയത്തിന് കാലിക പ്രാധാന്യമുണ്ടോ, വൈയക്തിക പ്രാധാന്യമുണ്ടോ, സാമൂഹിക പ്രാധാന്യമുണ്ടോ, രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ, സാർവദേശീയ പ്രാധാന്യമുണ്ടോ, സാർവകാലിക പ്രതിബദ്ധതയുണ്ടോ? പ്രാധാന്യമല്ല ചോദിച്ചു. അവിടെ ഞാൻ പദമൊന്ന് മാറ്റി. സാർവകാലിക പ്രതിബദ്ധതയുണ്ടോ? ചിന്തിച്ചാൽ സർവകാലത്തേക്കും ഉതകുന്നതും സർവകാലത്തിന്റെയും ജീവിതക്രമങ്ങളെ രൂപപ്പെടുത്താൻ പറ്റുന്നതുമായ ഒരു പ്രതിബദ്ധത ആ വിഷയത്തിനുള്ളിൽ അന്തർമുഖമായി ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് അഴിവില്ലാത്ത ഒരു സത്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുകയാൽ അത് ശ്രൗതമായിരിക്കും എന്നർത്ഥം. അതുകൊണ്ടാണ് സാർവകാലിക പ്രതിബദ്ധത ആ വിഷയത്തിനുണ്ടോ? എന്ത് തോന്നുന്നു? ഉണ്ട്. ഇത്രയും ഉള്ളൊരു വിഷയത്തെ ഇപ്പൊ നമ്മൾ ഈ ഒത്തുകൂടുന്നത് വരെ ഞാനോ നിങ്ങളോ ചിന്തിച്ചിരുന്നുവോ? അപ്രധാനങ്ങളായ എന്തെല്ലാം കാര്യങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ട്. അപ്രധാനങ്ങളായ എന്തെല്ലാം കാര്യങ്ങളുടെ മേൽ നമ്മൾ ചർച്ചകൾ നയിച്ചിട്ടുണ്ട്. അപ്രധാനങ്ങളായ എന്തെന്ത് കാര്യങ്ങൾ ഈ നാവ് കൊണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്രധാനങ്ങളായ എന്തെന്ത് കർമ്മങ്ങൾക്ക് നമ്മുടെ കരചരണങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ കർമ്മങ്ങളിലും ഈ വാക്കുകളിലും ഈ അനുഭവങ്ങളിലും ഈ ചിന്തകളിലും ശ്രൗതമായ ഏകാന്തമായ അനുപമേയമായ ഈ ബോധത്തിന്റെ പരിലാളന.
നമ്മെ ഒരു അന്തർയോഗ സമാധിയിലേക്ക് എന്നെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ആവശ്യമാണെന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ഇതും കൂടെ കണ്ടെത്തിയിട്ട് വേണം പഠിക്കാൻ. ബഹിരംഗ ശോധനയുടെ ഹേതുവും സ്വരൂപവും ഫലവും അപഗ്രഥിക്കുന്നതിന് മുമ്പ് ഈ ഒരു ലാളിത്യവും ചിന്തയും നമുക്ക് അനിവാര്യമാണ്. ഞങ്ങളൊരു നിമിഷം നിർത്തിയത് പൂർവകർമ്മങ്ങളുടെയും പൂർവവാക്കുകളുടെയും പൂർവ അനുമതികളുടെയും ലോകങ്ങളിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ഞാനും നിങ്ങളും ഒന്ന് പരതി നോക്കി തിരിച്ചു വരാനുള്ള സമയമായിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോഴാണ് ആ അന്തർയോഗത്തിന്റെ ഭാവുക പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുക. എത്ര ജന്മങ്ങൾ, ഐതിഹാസികങ്ങളായ എത്രയെത്ര ജന്മങ്ങൾ, എന്തെന്ത് ജീവജാലങ്ങളിൽ ഞാനെന്ന ഈ സത്യം കുടികൊണ്ട് എന്തെന്ത് കർമ്മകലാപങ്ങൾ, എത്രയെത്ര വിഷയാനുഭവങ്ങൾ, ഏതുമാതിരി സംവേദനങ്ങൾ, സംയോഗങ്ങൾ, എത്ര സമ്പാദ്യങ്ങൾ. ഇതിലെല്ലാം എന്നെ തേടി ഞാൻ അലഞ്ഞ് ഇവയുടെ ബാഹ്യസുഖങ്ങളിൽ മതിമറന്ന് മീനു മാമയുമായി പന്നിയായി നിസ്സുംഹമായി ജീവിച്ചു പോന്ന ഞാൻ കൂട്ടിക്കെട്ടിയ ജീവിത കോടരങ്ങളിൽ എന്നെ ഞാൻ മറന്നുപോയ ലൗകിക വ്യാപാരത്തിന്റെ അവതാര ദുഃഖങ്ങളിൽ, അവതാര സുഖങ്ങളിൽ എന്നല്ല പദം ഞാൻ ഉപയോഗിച്ചത്, അവതാര ദുഃഖങ്ങളിൽ ഇനിയൊരു അവതാരത്തിന് ജന്മമെടുക്കാത്ത എന്റെ ബോധസീമയുടെ അന്തരിന്ദ്രിയ തലങ്ങളിലേക്ക് എന്നെ ആനയിക്കുവാൻ പോന്ന ചിന്താബന്ധുരമായ ഒരു സ്വരൂപൈക്യം എനിക്ക് സുസാധ്യമാണോ എന്നെങ്കിലും എന്റെ ഏകാന്തതയെ ചിന്തിപ്പിക്കുവാൻ ഒരവസരം എന്റെ ബോധസീമയിൽ മെനഞ്ഞെടുക്കുക. മൃഗതൃഷ്ണയുടെ ബാഹ്യാഭ്യന്തര പ്രകൃതത്തിൽ രൂപമെടുത്ത് ഇന്ദ്രിയങ്ങളെ ഉത്സർജനം ചെയ്ത് ഈ പ്രപഞ്ച സീമയ്ക്കുള്ളിൽ ഞാൻ കളിച്ച കളികളൊന്നും ആന്തരികമല്ലായിരുന്നു എന്ന് ഞാനും നിങ്ങളും ഒരുപോലെ അറിയുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഈ കളികളിലൊന്നും പ്രധാനിയായിരുന്ന ഞാനില്ലായിരുന്നു എന്ന്, മറ്റൊരു ഞാനാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ അറിയുന്നു എന്ന് വരുമ്പോൾ ഉള്ളം തളിർക്കുന്നൊരെന്റെ വേദന കണ്ടെത്തുവാനുള്ളൊരു അന്തർയോഗം, അതിലെന്റെ ബാഹ്യപ്രകൃതിയുടെ
ഹേതുവും സ്വരൂപവും ഫലവും. ഹേതു കാരണം, സ്വരൂപം ആ ബാഹ്യ ബഹിരംഗ യോഗത്തിന്റെ സ്വഭാവ രീതികൾ, അതെനിക്ക് തന്ന ഫലങ്ങൾ. അത് കർമ്മത്തെ ചിന്തിച്ച വേളയിൽ സങ്കല്പമായി എന്നിൽ ഉടലെടുത്ത ഫലങ്ങൾ. ചെയ്യുമ്പോൾ, ചെയ്യുന്ന വേളയിൽ എനിക്കുണ്ടായിരുന്ന ശാക്തിക പ്രഭാവവും അതെനിക്ക് തരുമെന്ന് പ്രതീക്ഷയായിരുന്ന ഫലവും. ചെയ്ത് കഴിഞ്ഞ് അതെനിക്ക് തന്ന ശാക്തിക പ്രഭാവമോ എന്നിൽ നഷ്ടപ്പെടുത്തിയ ശാക്തിക പ്രഭാവമോ തന്നതോ തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന് ലഭിക്കാതെ നഷ്ടമായതോ ആയ ഫലവും. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഏകാഗ്രത ചിലപ്പോൾ നഷ്ടമാകാവുന്നത്. എന്റെ വാക്കുകൾക്കൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കാൻ പ്രയാസം വരുന്നത്. എന്റെ ബഹിരംഗ സാധനയുടെ ഹേതു നമ്പർ 1 കാരണം. ഏത് കാരണമാണ് എന്നെ ബഹിരംഗ സാധനയിലേക്ക് നയിച്ചത്? അത് ജ്ഞാനമോ അജ്ഞാനമോ? ഉത്തരം പെട്ടെന്ന് ചിന്തിക്കേണ്ട. കാരണം ചോദ്യങ്ങളായി എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒന്ന് കിടന്ന് രൂപപ്പെട്ട് വന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും നമ്മൾ അറിയാതെ മറ്റതിലേക്ക് വഴുതി വീഴും. അപ്പോൾ നമുക്ക് പിന്നീടൊരിക്കൽ പറയേണ്ടി വരും, അറിഞ്ഞുകൊണ്ട് ഈ ചതിക്കുഴിയിൽ വീഴുവെന്ന്. കാരണം അറിഞ്ഞു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അജ്ഞാനമെന്ന് ഞാനും നിങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ കർമ്മവേളയിൽ അജ്ഞാനമെന്ന് കണ്ടെത്തിയ നമ്മൾ തന്നെ ഈ ചതിക്കുഴിയിൽ കിടക്കുന്നു. മനസ്സിലായി? എന്താ ഇങ്ങനെ പറ്റിയത്? അതിന്റെ കാരണം നമ്മോട് ചോദിക്കാൻ നിവൃത്തിയില്ലാതെ ലോകത്തോട് നമ്മൾ ചോദിക്കുന്നു. ഓരോ ആചാര്യനും ഓരോ ശിഷ്യനും ഓരോ ഗുരുപരമ്പരയും ഓരോ ശിഷ്യ പരമ്പരയും ഓരോ ജാതിയും ഓരോ മതവും ഓരോ അച്ഛനും ഓരോ അമ്മയും ഓരോ ഭരണാധികാരിയും ഓരോ ഭരണീയനും ഓരോ നിയമജ്ഞനും ഓരോ നിയമത്തിന് വിധേയനാകുന്നവനും ഈ ചോദ്യം പരസ്പരം ചോദിച്ച് ചോദ്യം ചോദിച്ചതിൽ അറിവുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും അജ്ഞാനത്തിൽ തന്നെ നിലകൊള്ളുന്നു. ആത്മാർത്ഥമായി ഈ ചോദ്യം എന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ വൈകുന്നു. തികച്ചും അന്തരംഗമായി എന്നിൽ ആവിർഭവിച്ച് എന്നിലുണ്ടായി എന്നിൽ നിലനിന്ന് എന്നിൽ മറയുന്ന ഈ മഹാസത്യത്തോട് ഞാൻ ഒറ്റയ്ക്ക് നീതി പുലർത്താൻ നിർഭയനായി അതിനെ നേരിടാൻ ഏതോ ഭയം എന്നെ ഗ്രസിച്ച് കഴിയാത്തവനായിത്തീരുന്നു. കാര്യത്തെ വളരെ വളരെ അടുത്ത് കാണാൻ ഒരു ശ്രമം. കാഴ്ച നിങ്ങളുടേതാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ കുറെ കൂടി അടുത്ത് കുറെ കൂടെ ചേർന്ന് ചോദ്യകർത്താവും ചോദ്യവും ഉത്തരവും ഒന്നിച്ചെത്തുന്ന വിധത്തിൽ അതുകൊണ്ട് ഹേതു എന്താണ് ഇതിന്റെ? അത് ജ്ഞാനമോ അജ്ഞാനമോ? ജ്ഞാനമാണെന്നാണ് ചിലർ അജ്ഞാനമാണെന്നാണ്. ചിലർ അജ്ഞാനമാണെന്ന് ബാഹ്യമായി അറിഞ്ഞിരിക്കുന്നു, ജ്ഞാനമാണെന്ന് വിശ്വസിക്കുന്നു. ചിലർ ജ്ഞാനമാണെന്ന് വിശ്വസിക്കുന്നു, അജ്ഞാനമാണെന്ന് പറയുന്നു.
ചിലത് ജ്ഞാനമോ അജ്ഞാനമോ എന്ന് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല എന്ന് വിലപിക്കുന്നു. അതല്ലേ ശരി? കാരണം എന്റെ ഈ ബഹിരംഗ സാധനയുടെ രംഗവർണ്ണങ്ങൾ എന്റെ ജ്ഞാനത്തിന്റെ ബലമോ അജ്ഞാനത്തിന്റെ ബലമോ എന്ന് ഇതുവരെയുള്ള ഒരു ശ്രുതിയെയും സ്മൃതിയെയും കൂട്ടുപിടിക്കാതെ ഞാനും എന്റെ കർമ്മങ്ങളും മാത്രം നിലനിർത്തി ചിന്തിച്ചാൽ സമ്മിശ്രമാണ്. എന്റെ പൂർവന്മാർ പഠിപ്പിച്ച ശ്രുതിയെ അവലംബിച്ചാൽ ഇത് അജ്ഞാനമാണ്. ഞാൻ ഇന്ന് അനുവർത്തിച്ചു പോരുന്ന ബഹിരംഗ സാധനയുടെ മിന്നലും പളപളപ്പും അംഗീകരിച്ചാൽ ഇത് പൂർണ്ണമായും ജ്ഞാനമാണ്. മൂന്നുത്തരം എന്തായാലും ഉണ്ട്. എന്തുകൊണ്ടാണ് നീ ചെയ്യുന്നത്? അതല്ലേ അറിവ്. ബാഹ്യമായ ആ പ്രവൃത്തിയിൽ നിന്നല്ലേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ലോകം ഇത്രയും വികസിച്ചത്. അതുകൊണ്ടല്ലേ ഈ നേട്ടങ്ങളെല്ലാം ലോകം കൊയ്യുന്നത്. അത് ജ്ഞാനമാണ്. ആരെ വിളിച്ച് കേരളപ്പിറവിയുടെ 50-ാം വാർഷികം കൊണ്ടാടുമ്പോൾ നിങ്ങൾ പ്രസംഗിപ്പിച്ചാലും ഈ ബഹിരംഗ സാധനയാത്രയും പൂർണ്ണമായ ജ്ഞാനവും പൂർണ്ണമായ വികാസവും പൂർണ്ണമായ നേട്ടവും പൂർണ്ണതയുമാണ്. നിങ്ങൾ പലരും പോയി പ്രസംഗിച്ച് വന്നവരുമാണ്. കേരളപ്പിറവിയുടെ 50-ാം വാർഷികം അവിടെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഇതൊക്കെ അജ്ഞാനമാണ് എന്ന് നിങ്ങൾ പറയില്ല എന്ന് മാത്രമല്ല, അവർക്കൊട്ട് മനസ്സിലാവുകയില്ല. ഞാൻ ബഹിരംഗ സാധനയാവാം. ബഹിരംഗ സാധനയെ നിങ്ങളുടെ വീട്ടിലെ ഓരോ കർമ്മങ്ങളിലും ചേർത്ത് വെച്ച് നിങ്ങൾ ഇന്നിത് കേട്ടിട്ട് പോയി നാളെ നിങ്ങളുടെ കുട്ടികൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ബഹിരംഗ സാധനയെ ജ്ഞാനമെന്നല്ലാതെ അജ്ഞാനമെന്ന് ആ കുട്ടികളോട് പറയാനാവുമോ? അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒരു മുഖം ഇത് ജ്ഞാനമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. ഇതിന്റെ ഹേതു ജ്ഞാനമാണ്. പൂർവന്മാരുടെ വാക്കുകളെ എപ്പോഴെങ്കിലും ഓർമ്മയിലേക്ക് വരുമെങ്കിൽ ഇത് അത്രയും അജ്ഞാനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെയാണ് ഞാനും നിങ്ങളും ഈ പദം ഉപയോഗിക്കുന്നത്. അതും എനിക്ക് സമ്മതമാണ്. ആദ്യം ഈ സാധനയിലൂടെ പോകുമ്പോൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഇരട്ടത്താപ്പും നമ്മുടെ സമീപനവും അതിൽ നമ്മുടെ ആന്തരികമായ നിഷ്ഠയും ഏതെന്നുള്ള ഉറച്ച തീരുമാനമാണ്. അവികലവും അചഞ്ചലവും അത്യുദാരവും അനിഷേധ്യവുമായ സത്യത്തിന്റെ പന്ഥാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ സമസ്ത ശംഖകളും ബാഹ്യമായും ആഭ്യന്തരമായും ആദ്യം ഞാൻ ഉന്മൂലനം ചെയ്യേണ്ടതാണ്. അതിനെന്റെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ബഹിരംഗ സാധനയിലുള്ള എന്റെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആണെന്ന് പറയാം. അതിനപ്പുറം അതിന്റെ ഹേതു നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു വളരെ നിഷ്ഠാപൂർവം. അതുകൊണ്ടാണ് ഹേതു ചിന്തനം ഇതിൽ പ്രധാനമാണ്. ഹേതു അന്ധക്കരണമാണെന്ന് പറയുമ്പോഴും അന്ധക്കരണത്തിന്റെ പൂർവാനുഭവങ്ങളിൽ ഇത് ദുഃഖം തന്നെയാണെന്ന് കിടപ്പുണ്ടല്ലോ. സുഖമെന്നതുപോലെ തന്നെ എന്റെ അന്ധക്കരണങ്ങളെ ചുവടുപിടിച്ച് ഞാനൊരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നീ പോകുന്നത് ദുഃഖത്തിലേക്കാണെന്നും നീ പോണമത് സുഖത്തിലേക്കാണെന്നും എന്റെ അന്ധക്കരണം മാറി മാറി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏതോ നിർണായക മുഹൂർത്തത്തിലെ ഒരബോധം
ഈ രണ്ട് സാധ്യതകളിൽ ഒന്നിനെ മറയ്ക്കുകയും ഒന്നിനെ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്ന സത്യമല്ലേ വലുത്? എന്റെ മനസ്സും എന്റെ ചിത്തവും എന്റെ ബുദ്ധിയും എന്റെ അഹങ്കാരവുമാണല്ലോ എന്റെ അന്ധക്കരണം. അതല്ലേ ഉദ്ദേശിച്ചത്? എന്റെ ചിത്തം ചിന്തനകർത്തൃവാണ്. അത് ഏത് രൂപം കാണുമ്പോഴും ആ കണ്ട രൂപത്തിൽ നിന്ന് ആദ്യം സങ്കല്പവും വികല്പവും ഉള്ളതാണ് എന്റെ മനസ്സ്. എന്റെ ഇന്ദ്രിയങ്ങളാണ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ചോദ്യം അങ്ങനെ വന്നതുകൊണ്ട് സ്വരൂപം ഒന്ന് അപഗ്രഥിച്ചിട്ടല്ല, ഹേതു ഒന്ന് അപഗ്രഥിച്ചിട്ട് മുന്നോട്ട് പോകാം. ചോദ്യം വളരെ നന്നായി. വെറുതെ ആവില്ല, ചോദിച്ചതെന്ന് വിചാരിക്കാം. എന്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ എന്റെ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് എന്റെ അറിവിന് വിഷയീഭവിപ്പിക്കുന്നത്. സ്പർശം കൊണ്ടാണെങ്കിൽ എന്റെ ത്വക്ക് മസ്തിഷ്കത്തിൽ ആ വസ്തുവിന്റെ രൂപം, നിറം, മണം, ഗുണം എല്ലാം ആവിർഭവിപ്പിക്കും. സ്പർശം കൊണ്ട് ഇത്രയും ആവിർഭവിപ്പിക്കാൻ എന്റെ ത്വക്കിനാവില്ല. എന്റെ ത്വക്ക് അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ സ്പർശനം മൃദുവാണോ കഠോരമാണോ തീഷ്ണമാണോ ഉഷ്ണമാണോ ശൈത്യമാണോ എന്ന് മാത്രം അറിയിക്കുവാൻ കഴിവുള്ളതായിരിക്കെ അതിന്റെ അവാന്തര വിഭൂതികളെല്ലാം എന്റെ മസ്തിഷ്കത്തിൽ സ്പർശനമെന്ന ഒരൊറ്റ അനുഭവത്തിൽ നിന്ന് എങ്ങനെ എത്തിച്ചു എന്നറിയേണ്ടതാണ്. സ്പർശനത്തെ അവലംബിച്ച് ഇതര ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്ധമാക്കി സ്പർശനത്തിൽ നിന്നൊരു പ്രപഞ്ച സത്യത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അന്ധമായി വിശ്വസിച്ച് അതിനെ ചുറ്റിപ്പറ്റി ഒരു പ്രപഞ്ചം എന്റെ ബോധതലത്തിൽ രൂപാന്തരപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ അറിയേണ്ടതാണ്. ഉണ്ടാവുമോ? ഉണ്ട്. മനസ്സിലായി? ഉണ്ട്, തീർച്ചയാണ്. ഞാനൊരു വസ്തുവിനെ കണ്ടതിൽ നിന്ന് ആ വസ്തുവുമായുള്ള എന്റെ ചർച്ചയുടെ അവാന്തര വിഭൂതികളിലെ സ്വർഗീയങ്ങളായ സുഖങ്ങളുടെ ആയിരം ഭാവതലങ്ങൾ ജനിപ്പിക്കുവാൻ എന്റെ കാണുക എന്ന ആ കാഴ്ച ശക്തിയായ ഇന്ദ്രിയത്തിന് കഴിവുകളില്ലെങ്കിലും ഇതെല്ലാം കഴിയുമെന്ന് ആ ഇന്ദ്രിയവുമായി ചേരുന്നൊരു വേളയിൽ ഞാൻ തിരിച്ചറിയുകയും ആ ഭാവഭാവാദികൾ മുഴുവൻ എന്റെ മസ്തിഷ്കത്തിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ടോ? അതല്ല, എന്റെ ഈ ഇന്ദ്രിയത്തിന് കാണാൻ മാത്രമേ കഴിവുള്ളൂ, അത് ബാഹ്യമായി കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, കണ്ടതിൽ നിന്ന് ഒരു നിഗമനത്തിലും ഞാൻ എത്തുന്നത് ശരിയല്ല എന്ന് എന്റെ ബോധം എന്നെ ഇനിയും അനുഭവങ്ങളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അനുഭവം ഞാൻ കണ്ടതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങളെ സത്യമാക്കി തന്ന 100% സത്യമായ അനുഭവത്തിന്റെ ആന്തോളനം എന്റെ പൂർവജന്മ ജന്മാന്തരങ്ങളിലെ കാഴ്ചകളിൽ നിന്ന് രേഖപ്പെടുത്തി വെച്ചൊരു ചരിത്രം എനിക്കില്ലാതിരിക്കെ വീണ്ടും എന്നെ കാഴ്ചയിൽ നിന്ന് ഈ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്? ഇതെന്റെ വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും അലിക്കുകളിൽ എപ്പോഴെങ്കിലും എന്റെ അച്ഛനോ എന്റെ അമ്മയോ എന്റെ പാരമ്പര്യമോ എന്റെ അധ്യാപകരോ എന്റെ ഗുരുക്കന്മാരോ എന്റെ ആധ്യാത്മിക ആനന്ദം തരാൻ ഇറങ്ങി നടക്കുന്ന ആധ്യാത്മികവാദികളോ എന്റെ രാഷ്ട്രമോ എന്റെ സങ്കല്പമോ എന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ എനിക്ക് തരുന്നുണ്ടോ? കുടുംബത്തിൽ അപൂർവം. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. എക്സെപ്ഷൻസ് ആർ വെരി ഫ്യൂ. മാതൃപുത്ര പിതൃപുത്ര സഹോദരാദി പാരസ്പര്യങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഇല്ലെന്ന് പറയുന്നതല്ലേ?
അറ്റുപോയി എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഇല്ലെന്ന് പറയുന്നത് എളുപ്പമാകുന്ന ഒരു അനുഭവമല്ലേ ലോകത്തിൻ്റെതെന്നാണ് ചോദ്യം. എന്റെ ബോധസീമയിൽ എന്റെ അനുഭവങ്ങളെ അതിന്റെ പരിക്കൃതിക്കുള്ളിൽ നിന്ന് മാത്രം നോക്കിക്കാണാൻ എന്നെ ഞാൻ പോലും പൂർവാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ലാതിരിക്കെ എന്നോടൊപ്പമുള്ള ജനങ്ങൾ മിക്കവാറും എല്ലാ പേരും അത് പഠിക്കാതെ ജീവിതത്തെ കൊണ്ടുപോകുന്നു എന്നിരിക്കെ ജീവിത ദർശനത്തിന്റെ ഏതെങ്കിലും മുഖത്തിന് നിന്റെ ഈ ഇന്ദ്രിയം കാണുക എന്ന ഒരു കഴിവ് മാത്രം തികഞ്ഞതാണ്. അതിൽ കേൾക്കുക മുതലായതിന്റെ 8-1 അംശം വരുന്ന ചെറിയൊരു ഭാവതലത്തിൽ നീ അജ്ഞനായി കൂപ്പുകുത്തുമ്പോഴാണ് പഞ്ചേന്ദ്രിയ വ്യാപാരത്തിന്റെ പഞ്ചീകരണ വ്യവസ്ഥയിലെ അതുല്യത ആവിർഭവിക്കുന്ന വേളയിൽ കാണുക എന്ന സ്ഥൂല പ്രകൃതിയെ വിട്ട് ചിന്തിക്കുക എന്ന പ്രകൃതി ചേർത്ത് നിന്നെ നിഗമനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രമാണഭൂതങ്ങളായ ഇന്ദ്രിയ പ്രത്യക്ഷത്തിന്റെ ലോകങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അവ രൂപപ്പെടുമ്പോൾ അനന്ത സാധ്യതകളുടെ ലോകം തിരിച്ചറിയുന്നതിന് പകരം ഇതുമാത്രമാണ് സാധ്യത എന്ന് തിരിച്ചറിയുവാൻ നിന്നെ പ്രേരിപ്പിച്ച് നിന്നെ കളിപ്പിക്കുന്ന നിന്നെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ഒരു പൂർവ ജീവൻ, നിന്റെ ഒരു പൂർവജൻ നിന്റെ കർമ്മങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ട് നീയായിത്തീർന്ന് നിന്നോടൊപ്പം ഇരിപ്പുണ്ടെന്ന് അവന്റെ പിടിയിൽ മാത്രമാണ് നീയെന്ന്, അത് നിന്റെ അബോധമാണെന്ന്, നിന്റെ ബോധസീമയിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യ ആധുനികൻ അല്പമാത്രമായെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാമോ? ജീവിതത്തിന്റെ ഏതെങ്കിലും മുഖങ്ങളിൽ ഇങ്ങനൊരു അന്വേഷണവും പഠനവും ഉണ്ടെന്ന് കരുതാമോ? ആധുനികതയുടെ ബഹിരംഗ സാധനയിലൂടെയുള്ള മുന്നേറ്റത്തിൽ അവന്റെ അഴിവില്ലാത്ത സത്യങ്ങൾ അടങ്ങിയ ശ്രോത്രീയവും ബ്രഹ്മനിഷ്ഠവുമായ ശ്രുതിയുടെ വ്യാഖ്യാനങ്ങൾ പോലും ഈ ബഹിരംഗ സാധനയുടെ പ്രമാണഭൂതമായ വഴികളിലൂടെ ആയിത്തീരുകയല്ലേ ചെയ്തത്? അവ പോലും ഇന്ന് മാർഗദർശകമല്ലാത്ത വിധത്തിൽ വികലമാക്കപ്പെട്ടിട്ടില്ലേ എന്ന് ഉണ്ട്. തികച്ചും ഏകാന്തവും തികച്ചും യൗകികവും തികച്ചും ആനന്ദപ്രദവുമായ ഈ ചിന്തയുടെ ലോകങ്ങൾ അനന്തങ്ങളെന്നു പേരായ ആനന്ദമില്ലാത്ത ലോകങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചു വഷളാക്കി തീർത്തിട്ടില്ലേ എന്ന് ബഹിരംഗ സാധനയെ അപ്രധാനമായി കരുതി ഏതെങ്കിലും ജീവന് അന്തരംഗ സാധനയിലൂടെ സഞ്ചരിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ ഇന്ദ്രിയ പരിപ്രേക്ഷ്യം ഇന്ന് പൂർണ്ണ വൈകല്യത്തിലേക്ക് വളരാൻ പ്രേരണ ഈ അബോധത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടില്ലേ എന്ന്